വെൽക്കം ടു കൈരളി ഹെൽത്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ മുടി 7 ദിവസം കൊണ്ട് 7 ഇഞ്ച് എങ്ങനെ വളർത്താമെന്നാണ്. അതിനുള്ള സ്പെഷ്യൽ ഓയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ തയ്യാറാക്കുന്നത്. അതിന് മുമ്പായിട്ട് എല്ലാ കൂട്ടുകാരോടും പറയാനുള്ളത്, നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ, നാളത്തെ വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നാളെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ കണ്ട ഉടനെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കൈരളി ഹെൽത്തിൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് എന്നുള്ള ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് പ്രസ് ചെയ്താൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ മറക്കാതെ ബെല്ലും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഉടനെ ഒന്ന് കമൻറ്റ് ചെയ്യാനും സർപ്രൈസ് ഗിഫ്റ്റിന് അർഹരാകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. കരിഞ്ജീരകം നാട്ടിലൊക്കെ എല്ലാവിടെയും കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഗൾഫിലും എല്ലാവിടെയും കിട്ടുന്നുണ്ട് ഈ സാധനം. അപ്പോൾ ഇതിപ്പോൾ 7 ദിവസത്തേക്കാണെങ്കിലും എണ്ണ ഒരു 15 ദിവസത്തേക്കുള്ള എണ്ണയൊക്കെ നമ്മൾ ഉണ്ട്. അപ്പോൾ 2 സ്പൂണോളം ഞാനിത് എടുത്തിട്ടുണ്ട് കരിഞ്ജീരകം. ഓക്കെ, അത്ര കരിഞ്ജീരകം എടുത്തോ അതേ അളവിൽ ഉലുവയും കൂടി എടുക്കുക. എന്നിട്ട് നമ്മളത് രണ്ടും കൂടി മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കുക, ചൂടാക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ രണ്ടും ഒരേ അളവിൽ എടുക്കുക, ഉലുവയും കരിഞ്ജീരകവും. ഓക്കെ, കരിഞ്ജീരകം മുടി വളരാൻ ഏറ്റവും നല്ല സാധനമാണ്. അത് ഏറ്റവും മുടി വളരാനും മുടി കറുക്കാനും ഏറ്റവും നല്ല സാധനമാണ്. അപ്പം നമുക്ക് ഗ്രാജുവലി നമ്മുടെ മുടി വെളുക്കില്ല, ഗ്രാജുവലി നമ്മുടെ മുടി കറുക്കേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ല, ഇത്രയും നമ്മൾ ഉണ്ട്. ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റിയ ശേഷം ഏത് ബൗളിലാണോ ചെയ്യുന്നത് അതിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ ഓയിലിടുക. ഇതിപ്പോൾ ഈ ഒരു ഓയിലിന് ഉള്ള മെഷർമെൻറ്റ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കരിഞ്ജീരകവും ഉലുവപ്പൊടിയും ഉലുവയും കൂടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത്, അതായത് വെളിച്ചെണ്ണ ആയിരിക്കുമല്ലോ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ആ എണ്ണ തലയിടാനുള്ള എണ്ണ ഏതാണോ അത് നമുക്ക് എടുത്തിട്ട് നമ്മൾ ഏത് ബൗളിലാണോ ചെയ്യുന്നത് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ മുടി നമുക്ക് 7 ദിവസം കൊണ്ട് തന്നെ 7 ഇഞ്ച് വളർത്താനുള്ള ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതിനുള്ള സ്പെഷ്യൽ ഓയിൽ. അത് മാത്രമല്ല, മുടി കറുക്കുകയും ചെയ്യും. ഇത് ഡെയിലി തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. മുടി കറുത്തിരിക്കുക, അതായത് നമ്മൾ പ്രായമാകുമ്പോൾ വെളുക്കില്ല, അതിൽ നിന്നൊരു മാറ്റം നമുക്കതിൽ ഉണ്ടാവും കുറേ തേച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ എത്ര എണ്ണ വേണോ അതിനനുസരിച്ചിടുക. ഇതൊരു ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാരണമാണ് ഇതിൽ വെളിച്ചെണ്ണ കട്ടിയായിരിക്കുന്നതാണ്, അതാണ് ഇങ്ങനത്തെ കളറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഒരു പാത്രം, വലിയൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ ഇതിനെ വെക്കണം. അതിനെയാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് നേരിട്ട് നമുക്ക് ചൂടാക്കാൻ പറ്റില്ല, അതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റും പോകും. ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ ഈ എണ്ണയിൽ ഈ പൊടി ഇട്ടിട്ട് ചൂടാക്കരുത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക എണ്ണ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ നമുക്കിതിൽ കിട്ടുള്ളൂ. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം, വേറെ ഒന്നും ചേർക്കേണ്ട. കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു പിടി ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇത് മതി. പക്ഷേ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് 2 എണ്ണമാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളത് വെച്ചു, നമ്മൾ തീ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലിരുന്ന് തിളയ്ക്കണം, അല്ലാതെ ഡയറക്റ്റ് ഇത് അടുപ്പത്ത് കൊണ്ട് വെക്കരുത്. അതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റും പോവും. കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ തലമുടി വളരാനും തലമുടി കറുക്കാനും എന്ന് മാത്രമല്ല, നമുക്ക് ശരീരത്തിന് നിറം വയ്ക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കരിഞ്ജീരകം നല്ലതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് സത്തുകൾ അതിലേക്ക് ഇറങ്ങുള്ളൂ. നമ്മളവിടെ വെച്ചിട്ട് എവിടെയും പോകരുത്. അത് കംപ്ലീറ്റ് അതിലേക്ക് ഇറങ്ങി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം. എണ്ണ പതഞ്ഞ് വരുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ. എണ്ണ പതഞ്ഞ് വരുമ്പോൾ നമുക്കതങ്ങോട്ട് തീ ഓഫാക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു അരിപ്പയിൽ അരിച്ചിട്ട് നമ്മളൊരു ബോട്ടിലാക്കി വെച്ചിട്ട് തലയിൽ ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് തലയോട്ടിലും മുടിയിലും പിടിപ്പിച്ച ശേഷം നമ്മൾ കുളിക്കുക. ഓക്കെ, എന്നാലേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇത് നമ്മൾ ചൂടാറിയ ശേഷം മാത്രം നമ്മൾ അരിപ്പ കൊണ്ട് അരിച്ച് ചെയ്യുക. അതിപ്പോൾ ഞാൻ വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ചൂടാറിയ ശേഷം നിങ്ങൾ അരിപ്പ കൊണ്ട് അരിച്ച് ഒരു ബോട്ടിലാക്കി മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലയിലും തലയോട്ടിലും ഇട്ട് ശരിക്കൊന്ന് മസാജ് ചെയ്യണം കൈ വെച്ചിട്ട്. അപ്പോഴേ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സർപ്രൈസ് ഗിഫ്റ്റിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ താങ്ക് യു. ഈ അറിവ് ഷെയർ ചെയ്യൂ. ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.